ഇന്നലെ കാലത്ത് എഴുന്നേൽക്കുമ്പോൾ ഒരു ചെറിയൊരു പെയിൻ ഉണ്ടായിരുന്നു. ആ പെയിനോട് കൂട്ടാണ് നമ്മൾ വർക്കൗട്ട് ചെയ്തത്. മാക്സിമം 2 മണിക്കൂറാണ് ഒരു ദിവസം പഠിക്കാൻ പറ്റുള്ളൂ. കാരണം ഞാൻ ഓൾറെഡി വർക്കിംഗ് ആണ്. ഓക്കെ, 9 to 6 കൺഫേം ആയിട്ട് ഞാൻ ബിസി ആയിരിക്കും. Hi guys, this is just video. I am documenting my journey and my thoughts. If I am making any mistakes, please notice me and give your advice and your opinions. Don't forget to subscribe my channel, like this video. നമുക്ക് നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യണമെങ്കിൽ നമ്മൾ നല്ല ഹാബിറ്റ് ഉണ്ടാക്കിയെടുക്കണം. ഇപ്പോൾ സമയം രാവിലെ 6 മണിയാണ്. വേക്കപ്പ് ഏർലി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് എ ഈസി തിങ്. കാലത്ത് എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഞാൻ ആദ്യം ചെയ്യുന്ന കാര്യമാണ് എൻ്റെ ഡയറി എടുത്ത് ഇന്ന് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോട്ട് ചെയ്ത് വയ്ക്കും. ഇന്ന് കാലത്ത് തന്നെ വളരെ ലോ എനർജി ആയിരുന്നു. എന്താണെന്നറിയില്ല, നേരത്തെ എഴുന്നേറ്റ് കൊണ്ടായിരിക്കാം തോന്നുന്നു. പിന്നെ ഓൾറെഡി ഞാൻ ഫാസ്റ്റിങ്ങിലാണ്. അതുകൊണ്ട് തന്നെ കാലത്ത് ഞാൻ എഴുന്നേറ്റപ്പോൾ തന്നെ ക്രിയാറ്റിൻ എടുത്തു. ഡെയിലി ഞാൻ ക്രിയാറ്റിൻ എടുക്കുന്ന ആളല്ല, എന്നാലും ഇന്നൊരു കുറച്ച് ലോ എനർജി ആയതുകൊണ്ട് മാത്രമാണ് ക്രിയാറ്റിൻ എടുത്തത്. അൺഫ്ലേവേർഡ് ആയതുകൊണ്ട് ക്രിയാറ്റിൻ എടുക്കാൻ എനിക്ക് ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല. ചെറിയ രീതിയിൽ വാമപ്പിന് ശേഷം ആദ്യം തന്നെ പുഷപ്പ് 12 റിപ്സിൻ്റെ 4 സെറ്റ് വീതം ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഡംബൽ പ്രസ് 12 റിപ്സിൻ്റെ 4 സെറ്റ്. നെക്സ്റ്റാണ് ഇൻക്ലൈൻ പുഷപ്പ്. അതൊരു ചെയർ വെച്ചിട്ടാണ് ചെയ്യണത്. 12 റിപ്സിൻ്റെ 4 സെറ്റും അതും. പിന്നെ ഷോൾഡർ പ്രസ് 12 റിപ്സിൻ്റെ 4 സെറ്റ്. പിന്നെയാണ് ഡംബൽ ഫ്രണ്ട് റൈസ് 12 റിപ്സിൻ്റെ 4 സെറ്റ് വീതം. അതിനുശേഷം കുറച്ച് ബേസിക് ആയിട്ടുള്ള പഞ്ചും കിക്സും. വാമപ്പിനെ പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വാം ഡൗണും. അതിനുശേഷം ഒരു 5 മിനിറ്റ് മെഡിറ്റേഷനും. ഇന്ന് 1688 കലോറിയാണ് കൺസ്യൂം ചെയ്തേക്കുന്നത്. ലെഫ്റ്റ് ഷോൾഡർ ഒരു ചെറുതായിട്ടൊരു പണി കിട്ടി. ഇന്നലെ കാലത്ത് എഴുന്നേൽക്കുമ്പോൾ ഒരു ചെറിയൊരു പെയിൻ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പെയിനോട് കൂട്ടാണ് നമ്മൾ വർക്കൗട്ട് ചെയ്തത്. വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞ് ഡ്യൂട്ടിക്ക് പോയി ഈവനിങ് ഒക്കെ ആകുമ്പോൾ പെയിൻ തുടങ്ങി, ഭയങ്കരമായിട്ട് പെയിൻ തുടങ്ങി. കയ്യൊരു മുകളിലേക്ക് വെക്കാൻ പറ്റിയായിരുന്നില്ല. ഇന്ന് കാലത്തെ പോലെ ഉറക്കത്തിന് എഴുന്നേറ്റപ്പോൾ ഭയങ്കര പെയിൻ, നോർമലുള്ളതൊക്കെ ഭയങ്കര കൂടുതൽ പെയിൻ. അപ്പോൾ നേരെ എന്തായി ഡോക്ടറെ അടുത്ത് കാണിച്ച് ചെറുതായിട്ടൊരു ബാൻഡേഡ് കിട്ടി. ചെറുതായിട്ടൊരു ചെറിയൊരു പെയിൻ. ഇത് കെട്ടിയ മതിന്നാണ് പറഞ്ഞേക്കുന്നത്, ഇനി എന്തുണ്ടാവും അറിയില്ല. അപ്പോൾ അങ്ങനെ അപ്പം ഇന്ന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതായി. അപ്പം ഇന്ന് ഞാൻ സംസാരിക്കാൻ വെച്ചിരുന്നത് കരിയറിനെ കുറിച്ചാണ്. കരിയറിനെ കുറിച്ച് രണ്ട് ഓപ്ഷനാണ് എനിക്കുള്ളത്. ഒന്ന് ഗവൺമെൻറ് ജോബ്, രണ്ടാമത്താണ് കണ്ടന്റ് ക്രിയേഷൻ. അതാണ് ഞാൻ ഫോക്കസ് ചെയ്യാൻ രണ്ട് കാര്യം. ഇത് എടുക്കാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഗവൺമെൻറ് ജോബ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയുക, കഷ്ടപ്പെട്ട കിട്ടുന്ന സംഭവമാണ്. ഇപ്പം എല്ലാവരും എന്താ ഡിഗ്രി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും കാശൊക്കെ കൊടുത്ത് 5-6 ലക്ഷം രൂപയൊക്കെ ലോണൊക്കെ എടുത്ത്, മിഡിൽ ക്ലാസിൻ്റെ കേസാണ് പറഞ്ഞത്, 5-6 ലക്ഷം രൂപ ലോണൊക്കെ എടുത്ത് നമ്മൾ ആ കാശ് ചിലവാക്കിയിട്ട് കോഴ്സ് പഠിക്കുന്നു. കോഴ്സ് പഠിച്ച് കഴിഞ്ഞ് ചിലപ്പോൾ ജോലി കിട്ടും. ജോലി കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 10-20 രൂപയ്ക്ക് സാലറി ആയിട്ട് പണിയെടുക്കണം. എപ്പോൾ വേണമെങ്കിൽ നമ്മളെ പിടിച്ച് പുറത്താക്കാം. അതാണ് ഈ പ്രൈവറ്റ് ജോബിൻ്റെ പ്രത്യേകത. ഗവൺമെൻറ് ജോബ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 2 വർഷം 3 വർഷം നമ്മൾ നല്ല രീതിയിൽ ഡിസിപ്ലിൻ ആയിട്ടിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും കിട്ടാവുന്ന സംഭവമുള്ളൂ. പ്രൈവറ്റ് പോയിട്ട് 10-12 മണിക്കൂറും ഈ അടിമ പണിയെടുത്ത് എപ്പോൾ വേണമെങ്കിൽ പിടിച്ച് പുറത്താക്കാന്നുള്ള മൈൻഡിൽ നിൽക്കണേക്കാൾ ആ ജോലിക്ക് നിൽക്കണൊക്കെ എത്രയും ബെറ്ററാണ്
ഗവൺമെൻറ് ജോബ്. അയ്യോ, അത്രയും പെട്ടാണ് ഗവൺമെൻറ് ജോബ്. അതാണ് മെയിനായിട്ട് ഗവൺമെൻറ് ജോബ് തിരഞ്ഞെടുക്കാനുള്ള കാരണം. ഞാൻ ഓൾറെഡി ഇപ്പോൾ ഗവൺമെൻറ് ജോബിലാണ്. പക്ഷേ എനിക്ക് കുറച്ചും കൂടി നല്ല LD അടിക്കണമെന്നുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ നാളെ പറഞ്ഞുതരാം. ഇന്നിപ്പോൾ അതിനെക്കുറിച്ച് പറയാനുള്ള സാഹിത്യമല്ല. പിന്നെ രണ്ടാമത്തെ ദിവസം കണ്ടന്റ് ക്രിയേഷൻ. കൊറോണ എന്ന് പറഞ്ഞ സംഭവം വന്നപ്പോൾ നോർമലി രണ്ട് പ്ലാറ്റ്ഫോമിലുള്ള ആൾക്കാരാണ് നല്ല രീതിയിൽ സ്ട്രഗിൾ ഇല്ലാതെ പോയത്. ഒന്ന് ഗവൺമെൻറ് ജോബ്, രണ്ടാമതാണ് ഡിജിറ്റലുള്ള ആൾക്കാർ എന്ന് പറഞ്ഞാൽ കണ്ടന്റ് ക്രിയേഷൻ, യൂട്യൂബ് അങ്ങനത്തെ സംഭവത്തിൽ നിന്ന് ഏണിങ്സ് ഉണ്ടാക്കുന്ന ആൾക്കാരാണ് കൂടുതലും എന്താ പറയുക വലിയ രീതിയിൽ സ്ട്രഗിൾ ഇല്ലാത്ത പോയെന്ന്. ഒരു ഫ്യൂച്ചറായിട്ട് കൊണ്ടു നടക്കാൻ പറ്റുന്ന രീതിയിലേക്ക് എന്താ പറയുക കണ്ടന്റ് ക്രിയേഷൻ എന്ന സംഭവം മാറിയിരുന്നു. കുറേ ആൾക്കാർ കണ്ടന്റ് ക്രിയേഷനിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ സെക്കൻഡായിട്ട് ഞാൻ ചൂസ് ചെയ്യുന്നത് കണ്ടന്റ് ക്രിയേഷനാണ്. ഒരു ക്വാളിഫിക്കേഷൻ വേണമെന്നില്ല. ഇപ്പോൾ 10 ജയിച്ചാലും അല്ലെങ്കിൽ +1 +2 ഡിഗ്രി ഇല്ലെങ്കിലും ഒന്നുമില്ല. ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞ സംഭവം നമുക്ക് കണ്ടന്റ് ക്രിയേഷനിലില്ല. നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ളൊരു കണ്ടന്റ് എടുത്ത് അത് ഡെയിലി വർക്കൗട്ട് ചെയ്ത് വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യണം. അതൊരു കൺസിസ്റ്റൻ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനോട് താല്പര്യമുള്ള ആൾക്കാർ നമ്മളെ ഫോളോ ചെയ്യുന്നു. അതിൽ നമുക്ക് എന്താ പറയുക ഏണിങ്സും കാര്യങ്ങളും ഉണ്ടാക്കാൻ പറ്റും. അതാണ് ഈ കണ്ടന്റ് ക്രിയേഷൻ. ഇപ്പോൾ ഈ 2 കാര്യത്തെക്കുറിച്ചാണ് മെയിനായിട്ട് കരിയറുമായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് എങ്ങനെയാണ് PSC പഠിക്കുന്നതിനെ കുറിച്ച് അല്ലെങ്കിൽ എൻ്റെ ഗവൺമെൻറ് ജോബ് ഞാൻ കുറച്ച് പ്ലാൻസ് കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ കുറച്ച് നാളത്തേക്ക് അതിലൂടെ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ നാളെ പറയാം. പിന്നെ നാളെ കാലത്ത് ഓൾറെഡി ഈ സംഭവം ഉള്ളതുകൊണ്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റില്ല. നാളെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ പാസിംഗ് ഔട്ട് പരേഡാണ്. ഞങ്ങളൊരു 3 പേരുണ്ടാകുന്നു. 3 പേരിൽ അവസാനത്തെ ആൾ ഇപ്പോൾ ഗവൺമെൻറ് ജോബിൽ കയറുന്നു. അവൻ ഫയർഫോഴ്സിലാണ് കയറുന്നത്. അപ്പോൾ നാളെ ആണ് അവൻ്റെ പാസിംഗ് ഔട്ട് പരേഡ്. അപ്പോൾ നാളെ കാലത്ത് ഇവിടുന്ന് പോകും. ഓക്കെ, അത് കാണാൻ വേണ്ടിയിട്ട് നാളെ കാലത്ത് പോകും. അപ്പോൾ നാളെ നമ്മൾ വർക്കൗട്ടും കാര്യങ്ങളില്ല, ഓൾറെഡി റെസ്റ്റ് ആയിരിക്കും. അതിൻ്റെ പിറ്റേ ദിവസം ഷോൾഡറിനോണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്ന് നമ്മൾ വർക്കൗട്ടും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. ഫുൾ റെസ്റ്റ് എടുത്തു. ചെറിയൊരു പനി ഉണ്ടായിരുന്നു, അത് മാറി. പക്ഷേ ഈ സംഭവം കൂടി. അപ്പോൾ ഓക്കെ, അപ്പോൾ നാളെ കാണാം. ഗുഡ് നൈറ്റ്. ഇത് തൃശ്ശൂരുള്ള ഫയർഫോഴ്സിൻ്റെ അക്കാഡമിയാണ്. എൻ്റെ കൂട്ടുകാരൻ്റെ പാസിംഗ് ഔട്ട് പരേഡ് ദിവസമാണെന്ന്. അപ്പോൾ നമുക്ക് കുറച്ച് പരേഡ് കാണാം. ഇപ്പോൾ അഭിനന്ദിച്ച് പോകുന്നത് നീയേ തമാശ കളിക്കല്ലേ? ഫോർത്ത് ഡേ ആണെന്ന്. 4 ദിവസത്തിൽ ആകെ ഒരു ദിവസം മാത്രമാണ് നമ്മൾ ഫുള്ളായിട്ട് നമ്മുടെ ഗോളിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുള്ളൂ. അതിന് മെയിൻ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷോൾഡർ ഇഞ്ചുറിയാണ്. ഷോൾഡർ പെയിന് ചെറുതായി ഒന്ന് കുറഞ്ഞപ്പോൾ ഈവനിങ് കളിക്കാൻ ഇറങ്ങിയതാണ്. ഫുള്ളി റിക്കവർ ആയിട്ടില്ല. പക്ഷേ ഈ 4 ദിവസത്തിൽ മെയിൻലി നമ്മൾ വർക്കൗട്ട് മാത്രമാണ് മിസ്സാക്കിയിട്ടുള്ളത്. ഫാസ്റ്റിങ്ങും കലോറിയും ഓക്കെ ആയിരുന്നു. ഹായ്. അപ്പോൾ ഇന്ന് 2 കാര്യത്തെക്കുറിച്ചാണ് പറയാൻ പോണത്. ഒന്ന്, ഞാൻ എങ്ങനെയാണ് ഗവൺമെൻറ് ജോബ് കിട്ടാൻ വേണ്ടിയിട്ട്
പ്രിപ്പയർ ചെയ്യുന്നത് അല്ലെങ്കിൽ പഠിക്കാൻ പോകുന്നത്. രണ്ടാമത്തെ കേസ് കണ്ടന്റ് ക്രിയേഷനെ കുറിച്ചിട്ടും. അപ്പോൾ ആദ്യത്തെ കേസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് 2 മണിക്കൂർ, മാക്സിമം എനിക്ക് 2 മണിക്കൂറാണ് ഒരു ദിവസം പഠിക്കാൻ പറ്റുള്ളൂ. കാരണം ഞാൻ ഓൾറെഡി വർക്കിംഗ് ആണ്. ഓക്കെ, 9 to 6 കൺഫേം ആയിട്ട് ഞാൻ ബിസി ആയിരിക്കും. അപ്പോൾ എനിക്ക് ദിവസത്തിൽ ആകെ 2 മണിക്കൂറാണ് പഠിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ 2 മണിക്കൂറിൽ ഞാൻ എന്താണ് ചെയ്യാൻ പോകുന്നതാണ് പറയാൻ പോകുന്നത്. മെയിനായിട്ട് 1 മണിക്കൂർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യും. അതേപോലത്തെ ഒരു OMR ഷീറ്റ് വാങ്ങുക. അപ്പോൾ അതൊക്കെ ഞാൻ അത്യാവശ്യം പേരും ചെയ്തിട്ടുണ്ട്. ഒരു OMR ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുക, അത് പഠിക്കുക. ആ ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളു പഠിക്കുക, അത് റിലേറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ പഠിക്കുക. ഒരു ബുക്കിൽ എഴുതുക. ഞാനിവിടെ ഒരു ബുക്ക് തയ്യാറാക്കിയിട്ടോ, കാണാൻ പറ്റണോ? കഷ്ടമാക്കിയ ഇതൊക്കെ എൻ്റെ ബുക്കാണ്. ഇത് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യും, അതിൽ കിട്ടാത്തത് നോക്കിയിട്ട് എഴുതി വയ്ക്കും. ഓരോ ദിവസം ഡേ ബൈ ഡേ ഇങ്ങനെ എഴുതി വയ്ക്കും. ഡേറ്റ് ഇട്ടിട്ട് ദിവസം ഏതെന്ന് നോക്കി വെച്ചിട്ട് കറക്റ്റായിട്ട് ദിവസങ്ങളിലൊക്കെ നോട്ട് ചെയ്ത് വയ്ക്കും. അതാണ് 1 മണിക്കൂർ ചെയ്യാൻ പോണത്. 1 മണിക്കൂർ, ബാക്കിയുള്ള 1 മണിക്കൂർ റിവിഷൻ. പഠിച്ചത് റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ചെയ്യണം. പഠിച്ച കാര്യം എന്തായാലും മറക്കും. അപ്പോൾ റിവിഷൻ മസ്റ്റാണ്. ഒരു 25 മിനിറ്റ്, അരമണിക്കൂർ എന്തായാലും എന്താണ് റിവിഷൻ വേണം. പിന്നെ അടുത്ത കാര്യമാണ് വായന, റീഡിങ് പറഞ്ഞിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു സാധനമാണ് വായിക്കാൻ പോണത്. PSC ബുള്ളറ്റിൻ്റെ മാസത്തിൽ 2 പതിപ്പ് വരുന്ന സംഭവമുണ്ട്. അത് ഒന്നെങ്കിൽ കാശ് കൊടുത്ത് വാങ്ങാം, അല്ലെങ്കിൽ ടെലഗ്രാം ചാനലിൽ കയറി കഴിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഈ സാധനം കിട്ടും. കുറച്ച് നേരം വീട്ട് വരുള്ളൂ, എന്നാലും ആ സാധനം വായിക്കുക. അതിൽ ഏറെക്കുറെ നല്ല കറണ്ട് അഫയേഴ്സും കാര്യങ്ങളും മാത്രം. ഏതെങ്കിലും ഒരു പതിപ്പ്, തൊഴിൽ വാർത്ത ആണെങ്കിൽ തൊഴിൽ വാർത്ത, തൊഴിൽ വിധി ആണെങ്കിൽ തൊഴിൽ വിധി. ഞാൻ PSC ബുള്ളറ്റിൻ ഒരു മാസത്തിൽ 2 എണ്ണം ആ പതിപ്പിലുള്ള കറണ്ട് അഫെയറും GK ആണ് വായിക്കുന്നത്. അപ്പോൾ 1 മണിക്കൂർ എക്സാമും നോട്ടും 1 മണിക്കൂറിൽ തീരണം. ഓക്കെ, പിന്നെ റിവിഷൻ, പിന്നെ റീഡിങ്. ഈ സംഭവമാണ് ആകെ ചെയ്യാൻ പോണത് PSCക്ക് 2 മണിക്കൂർ. ഇത് ഡെയിലി ചെയ്യണം, അതാണ് ടാസ്ക്. ഡെയിലി ചെയ്യണം 2 മണിക്കൂർ. ഒരു ദിവസം നിർത്താനൊന്നും പറ്റില്ല, ഡെയിലി ചെയ്താലാണ് സെറ്റ് ആവുള്ളൂ. രണ്ടാമത്തെ കേസ് കണ്ടന്റ് ക്രിയേഷൻ. എന്തുകൊണ്ട് കണ്ടന്റ് ക്രിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്യൂച്ചർ ജോബ് ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം. ഇപ്പോൾ നിങ്ങളുടെ ഫിസിക്കാലിറ്റി ഇമ്പ്രൂവ് ചെയ്യാനാണ് വെച്ചെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടി കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യുക, അത് ബ്ലോഗ് ചെയ്യുക, വീഡിയോ എടുക്കുക, അപ്ലോഡ് ചെയ്യുക. ഇപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കാനാണ് പഠിക്കേണ്ടത്, ഒരു സെൽഫ് ഇമ്പ്രൂവിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതിന് വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതിനെക്കുറിച്ചൊരു ലിസ്റ്റൊക്കെ ഉണ്ടാക്കുക. അതിനെക്കുറിച്ച് വർക്കൗട്ട് ചെയ്യുന്ന കാര്യങ്ങൾ വീഡിയോ എടുക്കുക, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുക. എന്താണോ നിങ്ങളിപ്പോൾ നിങ്ങൾ ക്രിക്കറ്റ് കളിക്കാൻ ആളാണ്, അപ്പോൾ ക്രിക്കറ്റ് കളിക്കാൻ പോകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ എന്ന് പറയുകയാണെങ്കിൽ ഇന്ന് കളിക്കാൻ പോയ കാര്യങ്ങൾ, ഇന്ന് വർക്കൗട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, ഷോട്ടുകൾ, ബോൾ എറിയണ സ്വിങ് കാര്യങ്ങൾ, അത് എന്താണോ നിങ്ങൾ അറിയണത്, നിങ്ങൾക്ക് എന്താണോ അറിയണത് അതിനെക്കുറിച്ച് കണ്ടന്റ് ഉണ്ടാക്കുക. നിങ്ങൾ ഫുട്ബോൾ പ്ലെയർ ആണെന്ന് വെച്ചെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കണ്ടന്റ്സ് ഉണ്ടാക്കുക. അപ്പോൾ അറിയുന്നതിനെ കുറിച്ച് ഇനിയിപ്പോൾ ഒന്നും അറിയണില്ലേ, പുതിയതായ സംഭവം പഠിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണെന്ന് വെച്ചെങ്കിൽ അത് ഇമ്പ്രൂവ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അത് നോക്കിയിട്ട് അതിനെക്കുറിച്ച് കണ്ടന്റ് ചെയ്യാം. ചുരുക്കം പറഞ്ഞിട്ട് വെച്ചെങ്കിൽ നമ്മളെ തന്നെ മനസ്സിലാക്കണം. അതാണ് ഈ കണ്ടന്റ് ക്രിയേഷനെ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ ചാനൽ തുടങ്ങാൻ കാരണം എന്ന് പറഞ്ഞിട്ട് വെച്ചെങ്കിൽ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ ബോഡി ഇമ്പ്രൂവ് ചെയ്യണം, എൻ്റെ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യണം, എൻ്റെ എല്ലാം ഇമ്പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എന്തൊക്കെ ചെയ്യുന്നു അത് ഞാൻ ഡോക്യുമെൻ്റ് ചെയ്യുന്നു. അതാണ് എൻ്റെ കണ്ടന്റ് ക്രിയേഷൻ. ഓക്കെ, അപ്പോൾ ഇതിനിടയിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റുന്നുണ്ടാവും, അല്ലെങ്കിൽ അത് മണ്ടത്തരങ്ങൾ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അത് പറഞ്ഞു തരാൻ ഇതിനെക്കുറിച്ച് അറിയുന്ന ആൾക്കാർ തന്നെ നമ്മുടെ ഒപ്പം ഉണ്ടാവും. ഇപ്പം ഇങ്ങനൊരു സംഭവം ചെയ്യുന്നത് കഴിഞ്ഞിട്ട് വെച്ചെങ്കിൽ ഞാനിപ്പോൾ ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട് വെച്ചെങ്കിൽ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത ആൾക്കാർ മാത്രമാണ് ഈ വീഡിയോ കണ്ടുള്ളൂ. അല്ലെങ്കിൽ ഈ കാര്യത്തിൽ ഫിസിക്കലി ഇമ്പ്രൂവ് ആവണം, അല്ലെങ്കിൽ PSC എക്സാം ഇമ്പ്രൂവ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും ചിലപ്പോൾ ഇത് കാണുണ്ടാവുക. അപ്പോൾ എന്തെങ്കിലും കണക്ഷൻ ആൾക്കാരായിരിക്കും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്നുണ്ടാവുക, അത് കമൻ്റ് ഇടുന്നുണ്ടാവുക, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ടാവുക. എന്താ, കണക്റ്റ് ആവുന്ന ആൾക്കാരായിരിക്കും. കണക്റ്റ് ആവാത്ത ആൾക്കാർ നമ്മളെ മൈൻഡ് ചെയ്യും കൂടിയില്ല. അപ്പോൾ നമ്മൾ ഒരു സംഭവത്തെ ഒരു കണ്ടന്റ്
പുറത്ത് വിട്ട് കഴിഞ്ഞിട്ട് വെച്ചെങ്കിൽ അതുമായി റിലേറ്റ് ചെയ്ത ആൾക്കാർ എന്തായാലും നമ്മുടെ ഫോളോവേഴ്സായിട്ട് വരും. അപ്പോൾ അത് നമുക്ക് ഗുണമാണ്. ഇപ്പോൾ ഞാനിപ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക്, ഇപ്പോൾ PSC പഠിച്ചാൽ അല്ലെങ്കിൽ പഠിക്കുന്നത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ട് വെച്ചെങ്കിൽ അറിയുന്ന ആൾക്കാർ ഇതേപോലെ കമൻറ്റ് ഇടുക, അത് ചെയ്ത് ശരിയായില്ല, ഇങ്ങനെയല്ലേ ചെയ്യേണ്ടത്, അങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു തരും. അപ്പോൾ ഒരു എന്താ പറയുക, ഗിവ് ആൻഡ് ടേക്ക് പരിപാടിയാണ് നമ്മളിപ്പോൾ ചെയ്യാൻ പോണത്. അപ്പോൾ കണ്ടന്റ് ക്രിയേഷൻ ചെയ്യാനുള്ള ആൾക്കാർ എന്തായാലും നാളെ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. ഇത് ഫോളോവേഴ്സ് അല്ലെങ്കിൽ അത് ഇത് എന്നൊക്കെ കുറേ ചിന്തിച്ചിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഓരോ വീഡിയോസും ഓരോ ലേണിംഗ് പ്രോസസ്സായിട്ട് മാത്രം കാണാം. ഇപ്പോൾ സംസാരിക്കേണ്ട കേസാണെങ്കിലും, ഇപ്പോൾ ക്യാമറ കൂടി നോക്കി സംസാരിക്കേണ്ട കേസാണെങ്കിലും, എന്താണെങ്കിലും നമ്മൾ ട്രാൻസ്പെറൻ്റായിട്ട്, അതാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്, ട്രാൻസ്പെറൻ്റായിട്ട് കാണിച്ചെങ്കിൽ ഏറെക്കുറെ എല്ലാ കാര്യം സെറ്റായിരിക്കും വിചാരിക്കുന്നു. അപ്പോൾ നാളെ മുതൽ 2 മണിക്കൂർ PSC പഠിത്തമുണ്ടാവും, 2 മണിക്കൂർ വർക്കൗട്ട്, 2 മണിക്കൂർ കാർഡിയോ. ഇതാണ് ഇപ്പോൾ പൊതുവെ നമ്മുടെ ഷെഡ്യൂൾ പോകുന്നത്. ഇത് കൂടുതലുള്ളൂ, കുറയാൻ ചാൻസ് കുറവായിരിക്കും. അപ്പോൾ നാളെ കാണാം. അപ്പോൾ നമ്മളെ വീഡിയോസ് 4 ദിവസമാണ് റെക്കോർഡ് ചെയ്യുക. 4 ദിവസത്തെ കണ്ടിന്യൂസ് റെക്കോർഡ് ചെയ്യും, എന്നിട്ടാണ് നമ്മൾ പോസ്റ്റ് ചെയ്യുക. ആഴ്ചയിൽ 2 ദിവസം, ഒന്ന് വെൻസ്ഡേ, ഒന്ന് സൺഡേ ആണ് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നാളെ കാണാം. And thank you for watching this video. Keep supporting me.